കുട്ടികളിൽ ആർക്കൊക്കെയാണ് ഈ പാലിയേറ്റീവ് കെയർ ആവശ്യമായി വരുന്നത്? നമുക്ക് വളരെ നല്ല ഒരു ക്ലാസിഫിക്കേഷനുണ്ട്, അതിനേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും പൊതുവേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഗുരുതരമായ രോഗങ്ങളുള്ള കുട്ടികളെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, കിടപ്പായ കുട്ടികൾ. നമുക്ക് കിടപ്പായ മുതിർന്നവർ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, പക്ഷേ കിടപ്പായ കുട്ടികളെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ധാരാളം കുട്ടികൾക്ക് കിടപ്പ് രോഗികളുണ്ട്. അപ്പം കിടക്കയിൽ നിന്നും എണീക്കാൻ സഹായമായ കുട്ടികൾ 1. 2, കിടക്കയിൽ നിന്ന് എണീക്കുമായിരിക്കാം, സ്വന്തം കാര്യം നോക്കിയാം, പക്ഷേ എങ്കിലും വീടിനകത്ത് തന്നെ ചുരുങ്ങിക്കൂടേണ്ട സാഹചര്യമുള്ള കുട്ടികൾ. അതായത് ആദ്യത്തേത് ബെഡ് ബൗണ്ട്, രണ്ടാമത്തെ ഹോം ബൗണ്ട്, വീടിന് പുറത്തേക്ക് അവർക്ക് പോകാൻ സാധിക്കില്ല. മൂന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രോണിക് ഡിസീസ്. ഏത് കുട്ടിക്കും ഒരു അസുഖം 1 വർഷത്തിൽ കൂടി നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്രോണിക് ഡിസീസ് എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ഗുരുതരമായ രോഗങ്ങളുള്ള കുട്ടികളും അവർക്ക് വീടിന് പുറത്ത് പോകാം, പക്ഷേ എങ്കിലും അവരുടെ ജീവിത രീതി വളരെയധികം ക്ലേശമുള്ളതാണ്. അപ്പം അവർക്ക് ധാരാളം രോഗലക്ഷണങ്ങളുണ്ട്. അപ്പം ക്രോണിക് ഡിസീസ് വിത്ത് മേജർ സിംറ്റംസ്, അതായത് മാരകമായ രോഗമുള്ള കുട്ടികളും രോഗലക്ഷണങ്ങൾ ധാരാളം ഉള്ള കുട്ടികളും. ഇങ്ങനെ പിന്നെ 4ാമത്തേത് ക്രോണിക് ഡിസീസ് മാത്രമുള്ള കുട്ടികൾ. അപ്പോൾ ഇങ്ങനെ ഒരു 4ആയിട്ടാണ് നമുക്ക് ഈ പാലിയേറ്റീവ് കെയർ വേണ്ട രോഗികളെ പൊതുവേ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന്, ബെഡ് ബൗണ്ട്, അതായത് കട്ടിലിൽ മാത്രം കിടക്കുന്ന കുട്ടികൾ. 2, കട്ടിലിൽ നിന്ന് എണീക്കും, സ്വന്തം കാര്യം ചിലപ്പോൾ നോക്കിയേക്കാം, പക്ഷേ എങ്കിലും വീട്ടിൽ നിന്നും പുറത്തു പോകാൻ സാധിക്കാത്ത കുട്ടികൾ. 3, ക്രോണിക് ഡിസീസ്, ഗുരുതരമായ രോഗങ്ങളുണ്ട്, അതേസമയം രോഗലക്ഷണങ്ങളും കൂടുതലുണ്ട്. 4ാമത്തേതാണ് ക്രോണിക് ഡിസീസ് അഥവാ മാരകമായ രോഗങ്ങൾ മാത്രമുള്ള കുട്ടികൾ. അപ്പോൾ ഈ 4ആണ് പൊതുവെ പൊതുജനത്തിന് അറിഞ്ഞിരിക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പൊതുവെ പറയാം കുട്ടികളുടെ പാലിയേറ്റീവ് കെയറിനെ സംബന്ധിച്ചിട്ട്.